Okay, good afternoon. Good afternoon, sir. Good afternoon. Good afternoon. Good afternoon, sir. Good afternoon, sir. Good Okay. afternoon, sir. Good afternoon, sir. Good to all. സാറേ കേൾക്കുന്നില്ല. ഒട്ടും കേൾക്കുന്നില്ലേ? ഇല്ല, വോയിസ് ക്ലിയർ ആവുന്നില്ല. സൗണ്ട് നല്ലോണം കുറവാ. ബാക്കിയുള്ളവർക്കും ഇതേ പ്രോബ്ലം തന്നെയാണോ? ഓക്കെയാണ്. ഓക്കെയാണ്. അപ്പോ അനുവിത, അവിടുത്തെ റേഞ്ച് വല്ലതും പോയിട്ടുണ്ടോ? വിജി, മിന്നു, Good afternoon, sir. ഓക്കെ ബിന്ദു, ഓക്കെ വിനിഷ, ബിനുമോൻ, ശബ്ദോ? Good afternoon, sir. ഓക്കെ 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 ഓക്കെ. ബാക്കിയുള്ളവർക്ക് ഞാൻ പറയുന്നത് കേൾക്കാലോ? എല്ലാവർക്കും ഒരേ പ്രോബ്ലം തന്നെ ശരിയാകും. ഓക്കെ, യെസ്. അപ്പൊ നെറ്റിന്റെ പ്രശ്നമായിരിക്കും അനുവിത. അനുവിന്ദ നോക്കി. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ആരംഭിക്കാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയമൊക്കെ പുതുക്കിയതാണ്. അപ്പൊ ഈ ക്ലാസ്സിൽ നമുക്ക് വിഷയത്തിലോട്ട് നമ്മൾ വരികയാണ്. ഓക്കെ. അപ്പോ നിങ്ങള് അധ്യാപികമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനോഹരമായിട്ട് നുണ പറയാൻ കഴിവുള്ളവരായിരിക്കണം അധ്യാപികമാർ. നമ്മൾ പറയുന്ന നുണ കേട്ട് കഴിയുമ്പോൾ അത് നുണയാണ് എന്ന് തോന്നരുത്. ആ രീതിയിലായിരിക്കണം നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ പറയാറില്ലേ, കരിയിലെയും മണ്ണാങ്കട്ടയും കുളിക്കാൻ പോയി, എന്നെങ്കിലും അത് നടക്കും. നല്ല കാറ്റ് വന്നു, കാറ്റ് വന്നു കഴിഞ്ഞപ്പോ കരിയില പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണിന്റെ കട്ട ശരിയാണല്ലോ ഐശ്വര്യ. യെസ്. ആരാണെന്ന് പ്രയർ? പ്രയർ ഇതാളില്ല. യെസ്. അപ്പൊ ഇന്ന് പ്രയർ പറഞ്ഞാല് ആർക്കെങ്കിലും പ്രയർ പറയാനായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് കയ്യിലുള്ള ആരെങ്കിലും ഉണ്ടോ? സർ, ഞാൻ പറയാം. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. പൂവിലൂർന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായ എന്റെ മനസ്സിലും നല്ല ശരിയായ പിഞ്ചു കയ്യിലും നല്ല വാണിയായ എന്റെ മനസ്സിലും നന്മയായി നീ കടന്നിരിക്കണമേ. താങ്ക് യു സാർ. പെട്ടെന്ന് പാടിയതാണ്, എന്തെങ്കിലും തെറ്ററിയില്ല. ഓക്കെ, താങ്ക് യു. ഞാൻ വരത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഇതായിരിക്കണം നമ്മുടെ വേണ്ട കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളില്ല. ഓക്കെ, ഞാൻ റെഡിയാക്കണം. പാടിയിലെ തെറ്റല്ല, ആ സിറ്റുവേഷൻ നിങ്ങൾ ഉപയോഗിച്ചു. ഐ അപ്രീഷിയേറ്റ് സംടൈംസ്. വെരി ഗുഡ്, വെരി ഗുഡ്. വരജ ജീവിതത്തിലും ഇതായിരിക്കും എപ്പോഴും. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഇതായിരിക്കും നമുക്ക്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ് രാജ, വെരി ഗുഡ്. യെസ്. പറഞ്ഞോളൂ ആര്യ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ വാക്കുകളാണ്. വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം എന്നെ പിന്തള്ളുകയില്ല. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. ആര്യ, ഈ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റേതായിട്ടുള്ള കുറെ ഒബ്സർവേഷൻസ് ഉണ്ട്. ഇപ്പൊ ആര്യ അബ്ദുൽ കലാമിനെ കോട്ട് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് പരാജയം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. ആ പരാജയം എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വേർഡ് ഫെയിൽ എന്നാണ്. FAIL, ഫെയിൽ, പരാജയപ്പെടുക. അപ്പൊ ഫെയിൽ
എന്ന് പറയുന്ന വേർഡ് FAIL, അതിന് APJ അബ്ദുൽ കലാം കൊടുക്കുന്ന വിശദീകരണം. സഫീദ സ്റ്റക്ക് ആവുന്നുണ്ട് അല്ലെ? വേറെ എല്ലാവർക്കും ഉണ്ടോ ഈ പ്രോബ്ലം? ഇല്ല സാർ. യെസ്, അതെ, മഴയുടെയൊക്കെ ആയിരിക്കും മക്കളെ, നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കുള്ളൂ കേട്ടാ. യെസ് സർ, ഞാനാണ് സൈനിങ്. ഓക്കെ, വെൽക്കം ടു യു ആര്യ. അപ്പോ അദ്ദേഹം പറയുന്നത് ഫെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് FAI, ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. ഓക്കെ, പറഞ്ഞു വൈശാഖ്. സൈനോ. സർ, ഞാനാണ് സൈനിങ്. ഞാൻ ഇവിടെ പാടാൻ പോകുന്ന ഒരു പാട്ടാണ്. നമുക്കൊരു തീവണ്ടിയുടെ പാട്ടൊന്ന് കേൾക്കാം. പാളം വഴിയോ പാലം കയറി പായുന്നുണ്ടൊരു തീവണ്ടി, അടുത്ത പട്ടണമെത്തും വരെയും നിർത്തുകയില്ല തീവണ്ടി, കൂകി വിളിച്ച് സ്റ്റേഷനിൽ നിർത്തി ആളെ ഇറക്കും തീവണ്ടി, വീണ്ടും നിറയെ ആളെ കയറ്റി കുതിച്ചു പായും തീവണ്ടി, തീയുമില്ല പുകയുമില്ല പേരെന്നാലോ തീവണ്ടി, ഒത്തിരി വണ്ടികൾ കൂട്ടിയിണക്കിയ വലിയൊരു വണ്ടി തീവണ്ടി, വലിയൊരു വണ്ടി തീവണ്ടി. താങ്ക് യു സാർ. വെരി ഗുഡ് ഐശ്വര്യ, വെരി ഗുഡ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഒരു നേഴ്സറി ടീച്ചറിന്റെ സ്റ്റൈലായിട്ട് കേൾക്കുന്നോ? വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഇനി ആരംഭിക്കട്ടെ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ സാർ. ഓക്കെ, വിത്ത് യുവർ പെർമിഷൻ നമുക്ക് ആരംഭിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇട്ടിരിക്കുന്ന യൂണിറ്റ് 16 റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. യെസ്, ഇത് എനിക്ക് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റോറിയുടെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ ഗ്യാപ്പുകളുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പിന്തുടർന്നിട്ടുള്ള രീതി അനുസരിച്ച് അവിടെ ഒരു ഈസ്, വാസ്, വേറെ, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാല്, മേ, മൈറ്റ്, ഷാല്, എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചേർത്ത് നമ്മൾ അവിടെ അങ്ങനെ ഫില്ല് ചെയ്ത് ശരിയാക്കിയാണ് പതിവ്. നമുക്ക് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാവും ഇന്ന് നമുക്ക് വേണ്ടത് നമ്മൾ ഒരു ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ഭാവന അങ്ങോട്ട് വിടരുത്. ഏത് വഴിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. ഇതിന് ഇവിടുന്ന് എഴുന്നേറ്റ് പോകാനും കേട്ടോ, ഈ കഥയുടെ ഏത് വഴിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. അവിടെ നിങ്ങളുടേതായ ഭാവനകൾ ആഡ് ചെയ്ത് 1, 2, 3 സെന്റൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. യെസ്, ഓക്കെ, ആ രീതിയിലാണ് നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ പോകേണ്ടത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇവിടെ ഹരിഷ്മ VA. ഹലോ സാർ. ഒന്നുകൂടി പറയോ? എന്തോ? ഒന്നുകൂടി പറയോ? ഓക്കെ, വേറെ ഒന്നും വേണ്ട. ഇപ്പൊ അവിടെ കാണുമ്പോ ഒരു സ്റ്റോറി കണ്ടില്ലേ, ഫാർമർ ആൻഡ് എ പെയിന്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. ഓക്കെ. ഹരിഷ്മ നാട് എവിടെയാണ് ഹരിഷ്മയുടെ? സാർ, ഞാൻ ഇംഗ്ലീഷിൽ ഇച്ചിരി വീക്കാണ്. യെസ്, പറഞ്ഞോളൂ. അതിനല്ലേ ഞങ്ങൾക്ക് ഉള്ളത് ഹരിഷ്മ. ഓക്കെ. ഹരിഷ്മ, യു ആർ കമ്മിങ് ഫ്രം ആലപ്പുഴ. ആലപ്പുഴ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, പറഞ്ഞോളൂ. എ ഫാർമർ ആൻഡ് എ പെയിന്റർ നിന്ന് വായിച്ചു പോയി. ആ ഡാഷ് ഇട്ട സ്ഥലത്ത് ഡാഷ് എന്ന് പറഞ്ഞ് വായിച്ചു. ഓക്കെ. A farmer and a painter dash work in forest dash പൂരിപ്പിക്കണോ സാർ? വേണ്ട. ഓക്കെ. Dash hear a bear coming dash trembles with fear. Dash farmer climbs a tree and hide dash painter falls flat as if dead. Dash the bear sniff dash think dead dash go away dash farmer comes down dash asks what the bear say dash never to make friends with one dash run away dash when friend in danger. ഓക്കെ, ഏതാണ്ട് കഥ പിടികിട്ടിയാലോ? പഴയ നമുക്ക് ഒരു മോറൽ സ്റ്റോറി അറിയാവുന്നതല്ലേ അല്ലേ? കഥ പിടികിട്ടിയാലോ? ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഹരിഷ്മ, വെരി ഗുഡ്, നന്നായിട്ട് വായിച്ചോട്ടെ. വെരി ഗുഡ്. യെസ്, ഓക്കെ. റാസ്മിന, എല്ലാവരുടെ പേര് അറിയില്ല. ഓക്കെ, റാസ്മിന. അപ്പൊ റാസ്മിന, നമുക്ക് അതിന്
ആദ്യത്തെ ഒരു ഡാഷ് എടുത്ത് അവിടെ തുടങ്ങി ഒന്ന് വായിച്ചേ. എ ഫാർമർ and a painter വാക്ക് ഇൻ ദ ഫോറസ്റ്റ്. അവിടം വരെ നിൽക്കട്ടെ. നമ്മൾ ആ ഡാഷ് ഒന്ന് ഫില്ല് ചെയ്യുന്നു. ആ ഡാഷ് റാസ്മിനെ ഫില്ല് ചെയ്യുമ്പോൾ വെറുതെ ഒരു വാക്ക് ചേർക്കേണ്ടത്. റാസ്മിയുടെ ഭാവന അനുസരിച്ച് ചേർക്കാം. പറഞ്ഞോളൂ റാസ്മിന. ടുഗദർ എന്ന് ചേർക്കാൻ പറ്റൂലേ? പറഞ്ഞോളൂ. ടുഗദർ വാക്കിംഗ് ഫോറസ്റ്റ്. ഓക്കെ. ഇത് നമ്മൾ പഴയ നമ്മുടെ രീതി ഒരു വാക്ക് അവിടെ ചേർത്ത്. ഇതൊരു കഥയുടെ ചട്ടക്കൂടാണ്. ബാക്കി രാശ്മിയുടെ കയ്യിൽ നിന്ന് ചേർക്കുക. അപ്പൊ നമുക്ക് പറയാം, ഒരു ഫാർമറും ഒരു പെയിന്ററും കൂടി കാട്ടിലൂടെ നടക്കുകയായിരുന്നു, അല്ല കാട്ടിലൂടെ പോവുകയായിരുന്നു. അപ്പൊ രശ്മിയുടെ ഭാവന ഉണരട്ടെ. അതായത് പണ്ട് ഒരു ഫാർമറും ഒരു പെയിന്ററും നല്ല ചങ്ങാതിമാരായിരുന്നു. അവിടെ പിടിക്കും. അവര് ഒരു ദിവസം കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ബിൽഡപ്പ് ചെയ്യാം. Once upon a time, Ram and Raju. Very good. അതെ പറയട്ടെ. Once upon a time, in a village, there are two friends living together. Very good. Very good. Once upon a time, in a village, two friends lived together. രണ്ട് സുഹൃത്തുക്കൾ നന്നായിട്ട് സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിച്ചിരുന്നു. കണ്ടോ? ഈ കഥ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. ഓക്കെ. വെരി ഗുഡ്. നല്ല ബിൽഡപ്പ് ആണ്. ഓക്കെ. ബാക്കി പറയുള്ളൂ. They are good friends. അല്ല, അതൊക്കെ നമുക്ക് കയ്യിൽ നിന്ന് ചേർക്കാവുന്നതാണ്. അവര് നല്ല സുഹൃത്തുക്കളായിരുന്നു. Yes, they were thick friends. Okay, very good. They were thick friends. One day, they decided to go to the forest. ഒരു ദിവസം അവര് കാട്ടിൽ പോകാമെന്ന് അവർ തീരുമാനിച്ചു. ഈ കഥയുടെ അങ്ങോട്ടൊന്നും വന്നിട്ടില്ല, വേറെ വഴിക്ക് നമ്മളിങ്ങനെ വരികയാണ്. യെസ്, നിങ്ങളിപ്പോ നന്നായിട്ട് ഒരു കവിത എഴുതുന്ന ആളാണ്, സിനിമയ്ക്ക് പാട്ട് എഴുതുന്ന ആളാണെങ്കിൽ, ഞാൻ അതിന്റെ തിരക്കഥാകൃത്താണെങ്കിൽ ഞാൻ നിങ്ങളുടെ സിറ്റുവേഷൻ പറയും. സ്നേഹിച്ച പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു, ആ പെൺകുട്ടി പോകുമ്പോ വേദനയോടുകൂടി നോക്കി നിൽക്കുകയാണ്. ആ സിറ്റുവേഷനിലേക്ക് തിരിഞ്ഞു കിടക്കുമ്പോൾ ഉണ്ടാകുന്നതായിരിക്കണം ഫീലിങ്സ്. അപ്പോ നിങ്ങൾ അതുപോലെ എഴുതും എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊന്ന് മനസ്സിൽ കാണുക, വെറുതെ നേരിട്ട് അങ്ങനെ പറയരുത്. യെസ്, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോടോ അതുമല്ലെങ്കിൽ അമ്മയോടൊക്കെ പറയുമ്പോൾ ഒരു ബിൽഡപ്പ് ചെയ്യാറില്ലേ? ഒന്നും നേരിട്ട് അവതരിപ്പിക്കില്ല. നിങ്ങൾ അവതരിപ്പിച്ചത് നിങ്ങൾക്കറിയാൻ സംഗതി പാടിപ്പോകുന്നു. അപ്പൊ തന്നെ പറയുന്നു നോ, വേണ്ടാന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നൊരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. വേണ്ടെന്ന് പറഞ്ഞു തന്നെ, പക്ഷെ അവര് നിർത്തുന്നത്. അപ്പൊ ചോദിക്കുക എന്താണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ബിൽഡപ്പ് കൊടുക്കുക നിങ്ങൾ. യെസ്, ഓക്കെ. നിങ്ങളൊക്കെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാരല്ലേ? യെസ്, ഇപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള പഴയ കാലത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചിട്ടുണ്ടാവും ഇല്ലേ? അപ്പൊ ആ ബിൽഡപ്പ് നമ്മൾ ഈ കഥയിൽ എടുക്കുക. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ റസ്മിന, യു ആർ സ്റ്റാർട്ടിംഗ്. വെരി ഗുഡ്. പറഞ്ഞോളൂ. They decided to go to the forest for hunting. ഇനി നമുക്ക് ഈ അങ്ങനെ ഒരു ദിവസം അവര് രണ്ടുപേരും കൂടി കാട്ടിലോട്ട് പോയി. അവിടെ വരെ നിൽക്കട്ടെ. ഓക്കെ. Then on the way, on the way. ഇനി രാശ്മിന ആ ഫസ്റ്റ് ഡാഷ് അങ്ങോട്ട് ഫില്ല് ചെയ്തോ. ഇത്ര വെച്ചില്ലേ? ഇനി ആ ഫസ്റ്റ് ഡാഷ് അങ്ങോട്ട് ഫില്ല് ചെയ്തോ. a farmer and a painter. Okay, they were one. Sir, അതിലെ ഫാർമർ ആൻഡ് എ പെയിന്റർ എന്നില്ലേ? അവർ ഒരാൾ ഫാർമറും ഒരാൾ പെയിന്ററും ആണെന്ന് പറയണ്ടേ അല്ലേ? എന്നാലല്ലേ കഥ കംപ്ലീറ്റ് ആവുള്ളൂ. ഓ, ഓക്കെ, പറഞ്ഞോളൂ. കണ്ടിന്യൂ. പറഞ്ഞോളൂ. ഒരാള് പെയിന്റർ, അതെങ്ങനെ പറയും? ഒരാള് പെയിന്ററും ഒരാള് ഫാർമറും ആയിരുന്നു എന്ന് എങ്ങനെ പറയും? ഫാർമർ ആൻഡ് വൺസ് ഇസ് പെയിന്റർ, അങ്ങനെ പറയുന്നത് കറക്റ്റ് ആണോ? ഇല്ല, അതെ, നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞു there were two friends. One was a farmer, the another one was a painter.
One was a farmer എന്നാ പറയണ്ടേ? One was a farmer and one was a painter. And another one was a painter. And they decided to go to the forest. And they walk in forest. Okay, അവിടെ നിൽക്കട്ടെ, അവിടെ വരെ നിൽക്കട്ടെ. ഓക്കെ രാസ്മിന, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അങ്ങനെ അവരൊരു ഫാർമർ ആയിരുന്നു, ഒരു പെയിന്റർ ആയിരുന്നു. ആൻഡ് one particular day, it was a sunny day, it was a Sunday. They were walking through the forest, or they were walking along the forest area. And the forest area looടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവിടെ വരെ. അപ്പൊ ആദ്യത്തെ ഡാഷ് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് അവിടെ നമ്മൾ 2-3 സെന്റൻസ് ആഡ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡാഷ് ഫില്ല് ചെയ്തത്. ഓക്കെ, സിജി. രണ്ടാമത്തെ ഡാഷ് നോക്കി സിജി. ഇൻ ദ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് വായിച്ചേ. A farmer and a painter are walking forest. അതൊക്കെ കഴിഞ്ഞു. ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് ശേഷം വായിച്ചാൽ മതി. They hear a bear coming. അവിടെ വരുന്നുണ്ട്. They hear, അവർ കേൾക്കുന്നു. ഒരു ബിയർ കമ്മിങ്, ഒരു കരടി വരുന്നത് അവർ കേൾക്കുന്നു, ശബ്ദം കേൾക്കുന്നു. ഇതുള്ള സംഗതി. അവിടെ നമുക്ക് സഡൻലി ഇതൊക്കെ നമുക്ക് എഴുതാം. അവിടെ വേണ്ട സിജി പോലെ റിലാക്സ്. 2 സെന്റൻസ് അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും. നോക്കി, 2 സെന്റൻസ് സിജിയുടെ കെയർ ഓഫില് അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും. നോക്കി, വെറുതെ പെട്ടെന്ന് ഫില്ല് എന്നിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. 2 സെന്റൻസ്. ഇപ്പൊ ഒരു കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. They hear a sound. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ സിജി റിലാക്സ് ചെയ്യും, മനസ്സൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും. റിലാക്സ്. ഓക്കെ, they were walking in the forest. അവർ കാട്ടിലൂടെ നടക്കുകയാണ്. ഈ ബിയറിന്റെ സൗണ്ട് കേൾക്കുന്ന അവിടെ നിൽക്കട്ടെ. അങ്ങനെ അവർ പോകുമ്പോ അവർ എന്തൊക്കെ കാണും? അവിടെ മനോഹരമായിട്ടുള്ള മരങ്ങളുണ്ട്. അത് പറഞ്ഞേ. They are seen in wonderful. പറഞ്ഞോ, Wonderful. പറഞ്ഞോ. അവര് പോകുമ്പോ There are many trees. ഓക്കെ, There are many trees. ഓക്കെ. അത് അവര് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നദി കണ്ടു. പറഞ്ഞേ, നമ്മള് ഫില്ല് നമുക്ക് 3-ാമത്തേനെ 4-ാമത്തേനെ ഫില്ല് ചെയ്യാം. നമ്മൾ നിൽക്കട്ടെ, മനസ്സിലിങ്ങനെ പേര്. They are seen in river. റിവർ. ഇനി അവിടെ വെച്ച് അവര് നദിയിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചു. A farmer and painter are drinking in water in the river. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം, the farmer and the painter drank some water. ഓക്കെ, കുറച്ച് വെള്ളം കുടിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് നടക്കട്ടെ. ഇനി വന്നാൽ മതി പുലി. കണ്ടോ? അപ്പൊ ബിയർ ഇനി വന്നാൽ മതി. ബിയറിന് മുമ്പ് നമ്മൾ 2 സെന്റൻസ് ആഡ് ചെയ്തു. Suddenly hear the bear sound. അപരിചിതമായ ശബ്ദം കേട്ടു. ഭയങ്കര നോയ്സ് കയറി വരുന്നുണ്ടോ? ഭയങ്കര നോയ്സ്. സിജി കൂട്ടിയത്. സിജി അത് ഓണാക്കുമ്പോഴാണ് വരുന്നത്. ഓക്കെ സിജി, വെരി ഗുഡ്. യെസ്. ഓക്കെ. നമ്മൾ ഷംനയിലോട്ട് തന്നെ വരാം. ഷംന, ഓക്കെ. അതൊന്ന് ഫില്ല് ചെയ്തേ ഷംന. രണ്ടാമത്തെ ഏതാണ് സാർ? ഫില്ല് ചെയ്യാം. ഇപ്പൊ ഇവിടെ 2 പോയിന്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട് സിജി. ഒന്ന്, അവര് മനോഹരമായിട്ടുള്ള മരങ്ങൾ കണ്ടു, പുഴ കണ്ടു, പുഴയിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവരൊരു അപരിചിതമായ ശബ്ദം കേട്ടു. അത് ഞാൻ പറയുന്ന പോലെ പറയണമെന്നില്ല, ഷംനയുടെ കയ്യിൽ നിന്നിട്ടോ. They heard a roar sound. Very good. Suddenly they heard. They was very upset.
They were very upset. Okay, correct ആണ്. വെരി കൊള്ളാം. അവര് പെട്ടെന്ന് അപ്സെറ്റ് ആയി. They looked around. വെരി ഗുഡ്. They looked around. അവർ ചുറ്റും ഒന്ന് നോക്കി. വെരി ഗുഡ് ഷംന. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പെട്ടെന്ന് കിടന്ന് ഉത്തരത്തോട്ട് വരരുത്. ഇത് ബിൽഡപ്പ് ചെയ്യും. ഓക്കെ. They looked around. They looked around. They saw a very big bear coming. Okay, very good. Okay, Shamna, stop here. But they saw a very big bear coming towards them. അവരുടെ നേരെ വരുന്ന very big ആയിട്ടുള്ള ഒരു ബിയറിനെ കണ്ടു. Okay, very good. രാജി സന്തോഷ്. രാജി. sir. Okay, ആ മൂന്നാമത്തെ ഡാഷ് കൂടി വായിക്കേ. Dash trembles. Dash trembles with the fear. Dash farmer Okay, അത് മതി. Dash trembles with fear. ഭയം കൊണ്ട് അവരൊന്ന് വിറച്ചു. അവിടെ നമ്മൾ 2 സെന്റൻസ് കൂടെ ആഡ് ചെയ്ത് എന്നിട്ട് ഫീൽ ചെയ്താൽ here and bear. ആ സിറ്റുവേഷൻ രജിയൊന്ന് മനസ്സിൽ ആലോചിക്കും. രണ്ടുപേര് പോകുന്നു, ശബ്ദം കേൾക്കുന്നു, നോക്കുന്നു, ബിയറിനെ കാണുന്നു. യെസ്, ഞാനൊരു സഹായത്തിന് വേണ്ടിയിട്ട് രാജ്യത്തോട് പറയുന്നത് എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. They don't have no idea in they have no idea that situation. ഓക്കെ, പറഞ്ഞോ, തെറ്റിക്കോട്ടെ, അതൊന്നും പഠിക്കട്ടെ. രജി പറഞ്ഞോ. They have no idea that situation in എന്ത് ചെയ്യണം. They don't know what to do. They don't know. അവർക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഓക്കെ, അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ശബ്ദം കേൾക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. They face to face. They face to face and പറഞ്ഞോ, തെറ്റിക്കോട്ടെ, ധൈര്യമായിട്ട് പറഞ്ഞോ, ടെൻഷൻ അടിക്കണ്ട, സാവകാശം പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം they looked each other. അവർ പരസ്പരം എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. They looked each other. ഇനി നമുക്ക് ആ ഡാഷോട് പൂരിപ്പിച്ചു. Dash trembles അല്ലേ സാർ? Coming and with the and trembles with the fear എന്നാവോ? Okay. They trembled, trembled with fear. They were trembling with fear. Okay, very good. Okay, കുഴപ്പമില്ല, രാജി, no problem. രേഖ, മനു. രേഖ, യെസ്, രേഖ വരുമെന്ന് വിചാരിക്കും. ഫാത്തിമ. ഹലോ സർ. എന്തോ? ഹലോ സർ. ഹലോ സാർ. ഞാൻ അയ്യോ സാർ എന്നാണ് കേട്ടത്. യെസ്, വെരി ഗുഡ്. അപ്പൊ നാലാമത്തെ ഡാഷ് മുതലത് വായിച്ചേ ഫാത്തിമ. Farmer climbs tree and hide. Okay. Dash farmer climbs the tree and hide. അപ്പൊ നമുക്ക് അർത്ഥം പിടിയില്ലേ? ഫാർമർ climbs the tree. മരത്തിന്റെ മുകളിൽ കയറുന്നു, ഹൈഡ്, ഒളിച്ചിരിക്കുന്നു. ഓക്കെ, അത് പറ്റുന്നതിന് തൊട്ട് മുമ്പ് ആഡ് ചെയ്യാവുന്ന 2 സെന്റൻസ് ഒന്ന് പറഞ്ഞു. എന്തൊക്കെ പറയാൻ പറ്റും നമുക്ക്? ഇപ്പൊ ഒരു ഭയം കൊണ്ട് വിറച്ചിരിക്കുകയാണ്. They look surrounding. They look surroundings. Okay. ചുറ്റും നോക്കി. Looking something to climb and save their own life. Okay. Save themselves. Okay, very good. പറഞ്ഞോളൂ. 2 സെന്റൻസ് മതി. പറഞ്ഞു എത്തിക്കോട്ടെ. അവിടെ ചുറ്റും നോക്കിയപ്പോ അവിടെ ഒരു മരം കണ്ടു. ഒരു മരമേ കണ്ടുള്ളൂ. ബാക്കി കുറച്ച് മരങ്ങൾ കുറച്ച് അകലെയാണ് ഉണ്ട്. ഓക്കെ, പിന്നെ They climb that tree. ആരാണ് മരത്തിന്റെ മുകളിൽ കയറിയത്? Farmer. അപ്പൊ ഫാർമർ രണ്ടുപേരില്ല. അപ്പൊ തെറ്റിപ്പോയിരിക്കാൻ വേണ്ടി ഫാർമർ തന്നെ പറഞ്ഞു.
The farmer. Farmer climbed the tree. Yes. And the painter Ah. hide the backside. Hide ചെയ്തത് ആരാണ്? പെയിന്റർ. ഓക്കെ ഓക്കെ, അടുത്ത സെന്റൻസിലുണ്ട് പെയിന്റർ ഫോർ ദ ഫ്ലാറ്റ്. ഹൈഡ് ചെയ്തത്. ഓക്കെ. ഫാർമർ മരത്തിന്റെ മുകളിൽ കയറി ഒളിച്ചിരുന്നു. ഇതാണ് എന്റെ സംഭവം. Farmer climbed the tree and hide. ഡാഷ ഇനി പൂരിപ്പിക്കണ്ടേ? പൂരിപ്പിച്ചു. The farmer climbs tree and hide the farmer climbed tree and hide. Yes. And the painter falls flat. Okay, അവിടെ നിൽക്കട്ടെ. ഓക്കെ. അപ്പോ ഫാർമർ കയറി മുകളിലെത്തി, അയാൾ അവിടെ ഒളിച്ചിരുന്നു. ഇനി അടുത്ത ഡാഷിലായിട്ട് പോവുകയാണ് ഞാൻ. പെയിന്റർ ഫാൾസ് ഫ്ലാറ്റ് ആസ് ഇഫ് ഡെഡ്. ഓക്കെ, അതിന്റെ ഇടയിൽ നമുക്ക് ചേർക്കാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ സംഗീത. ഹലോ സർ. പറഞ്ഞു സംഗീത. ഫാർമർ ക്ലൈംബ് ട്രീ ആൻഡ് ഹൈഡ് ഡാഷ്. ഡാഷ് വരുന്നോടത്തല്ലേ സെന്റൻസ് ഉണ്ടാക്കണ്ടേ? രണ്ടാമത് സെന്റൻസ് പറഞ്ഞു. The farmer looked around. Where is the painter go? Yes. Okay. The farmer looked around. Where is the painter? Okay. Yes. And the painter. And he saw painter falls flat as if dead. Yes. The painter was frightened. പെയിന്റർ മരിച്ചതുപോലെ കിടന്നു അല്ലെ? അതിനു മുമ്പ് ആലോചിക്കട്ടെ പെയിന്റർ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. പെട്ടെന്ന് അവന്റെ മനസ്സിൽ ഒരു ബുദ്ധി വന്നു. ആ ബുദ്ധി അനുസരിച്ച് അവൻ മരിച്ചു. അങ്ങനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് the painter was suddenly very shocked and he think, what can I do surviving for the bear? Yes. And he thought, I can flat as if dead. Yes. അപ്പൊ ഈ ബിയറിനൊരു പ്രത്യേകതയുണ്ട്. ചത്ത് കിടക്കുന്ന സാധനം ബിയർ കഴിക്കൂല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബിയർ ഇദ്ദേഹം ആ ഒരു ഐഡിയ ആലോചിക്കുന്നത്. ഓക്കെ. യെസ്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ഓക്കെ ഷഫീദ, വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്തത് സംഗീത പറഞ്ഞോളൂ. അടുത്ത ഡാഷ് വെച്ചേക്കൊണ്ട് പൂരിപ്പിച്ചു. Dash the beer. Dash the beer. Sniff. സ്നിഫ്. ഇത് സ്നിഫ് എന്ന് പറഞ്ഞാല് ഒന്ന് ഞാൻ മണത്ത് നോക്കില്ലേ, അതിന് പറയാം. അപ്പോ മരിച്ച പോലെ കിടക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ബിയർ വന്നിട്ട് അദ്ദേഹം മണത്ത് നോക്കിയാണ്. അവിടെ നമുക്ക് എങ്ങനെ That time the beer is come the painter and the beer sniffer. സംഗീത കുറച്ചുകൂടി മൂളിയും ഞാൻ അതിന് മുമ്പത്തെ സെന്റൻസ് പോലെ ഒന്ന് പറയട്ടെ സാറേ. പറഞ്ഞോളൂ. പെയിന്റർ ഫാൾസ് ഫ്ലാറ്റ് ആസ് ഇഫ് ഡെഡ്. The beer അത് അവിടെ നമുക്ക് ഫില്ല് ചെയ്യണം. The beer was coming into the painter and suddenly coming in the beer the painter and the beer sniff there. അതായത് ഞാൻ മലയാളത്തിൽ ഒന്ന് പറഞ്ഞോട്ടെ സാറേ. ഞാൻ ഉദ്ദേശിച്ചത് പെയിന്റർ അവിടെ കിടന്നപ്പോഴത്തേക്കും മറ്റേ ഡെത്തായി കിടന്നപ്പോഴത്തേക്കും ആ ബിയർ അയാളുടെ അടുത്തേക്ക് വന്ന് അയാളെ മണത്ത് നോക്കി. The painter falls flat as if dead. The beer was coming to the painter and the beer sniffer. Okay, സംഗീത. Okay. I will come to you. Yes. അപ്പൊ നമ്മൾ പറഞ്ഞത് the painter falls as if dead. The beer sniff. അപ്പൊ എവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഈ പെയിന്റർ അവിടെ കിടക്കുമ്പോ വെറുതെ കിടക്കുമോ? കണ്ണൊക്കെ തുറന്ന് അനങ്ങിയിട്ട് കിടക്കുമോ? ഇല്ല.
കണ്ണൊക്കെ അടച്ചു പിടിച്ചിട്ടല്ലേ കിടക്കുള്ളൂ. അപ്പൊ നമുക്ക് പറയാം പ്ലെയിൻഡ് ക്ലോസ്ഡ് ഹിസ് ഐസ്. അവൻ ഇങ്ങനെ കണ്ണൊക്കെ അടച്ചു പിടിച്ചു. അപ്പൊ ഉള്ളിലെ പുള്ളി മരിക്കാൻ റെഡിയായിരുന്നു അല്ലേ? കാരണം ഇത് വർക്കാവോ വർക്കൗട്ട് ആവോ എന്നറിയില്ല. ഹി വാസ് റെഡി ടു ഡൈ. മരിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. അവൻ അനങ്ങാതെ കിടന്നു. ഹി ലേഡ് there motionless. അനങ്ങാതെ കിടന്നു. Then ബിയർ came near to him. ബിയർ എന്ത് ചെയ്തു? came near to him. അവന്റെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് മണക്കണ്ട. ബിയർ എന്ത് ചെയ്യണം? ഇവരൊന്ന് നോക്കി. ആൻഡ് ലുക്ക് ദ പെയിന്റർ. പെയിന്റർ ഒന്ന് നോക്കി. യെസ്. Then it came near to the painter and sniffed. Sniff എന്ന് പറഞ്ഞാൽ മണത്ത് നോക്കി. and sniffed. The bear thought it is a dead body or the man is dead. ആ മനുഷ്യൻ മരിച്ചു കിടക്കുകയാണ് എന്ന് ബിയർ ചിന്തിച്ചു. ഓക്കെ, ആതിര ബിപിൻ. ആതിര Sir. ഓക്കെ, ആ ഡെഡിന് ശേഷമുള്ള ബാക്കിയുള്ളത് ഒന്ന് പൂരിപ്പിച്ച്. ഡെഡ്, go away. The painter falls flat as if dead. Then the bear came. Then the bear came and sniffed. Then the bear thought, I saw two men there, but only one person is left. Where is the other person? എന്താ അങ്ങനെ പറഞ്ഞ? I saw two men എന്ന് പറയുന്ന ആര് പറഞ്ഞത്? ബെയർ ചിന്തിച്ചു, ഞാൻ രണ്ടുപേരെ കണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഒരാളല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ആതിര, വെരി ഗുഡ്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അപ്പൊ അത് വേണമെങ്കിൽ ആതിര ഞാൻ വിളിച്ചിരിക്കാത്തൊരു പോയിന്റ് ആതിര പറഞ്ഞത്. അപ്പൊ മറ്റേയാൾ എവിടെയെന്ന് ഈ ബിയറിന്ന് ചുറ്റും നോക്കി. ഭാഗ്യത്തിന് ഈ ബിയർ മുകളിലേക്ക് നോക്കിയില്ല. മുകളിലേക്ക് നോക്കിയിരുന്നെങ്കിൽ ആരെ കണ്ടേനെ? മറ്റേ മനുഷ്യനെ കണ്ടേനെ. ബിയറിനൊരു പ്രത്യേകതയുണ്ട്. ഇത് മരത്തിന് മുകളിലോട്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് ആതിര. ഞാനൊന്ന് പിടിച്ചുകൊണ്ടുവരാനേ പറഞ്ഞോളൂ. ആതിരേനെ കൊന്നുകൂടാ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ. When the bear searched the other person, but he didn't find that person. So the bear thought, leave him. I got one person. I will take this. So the bear searched around the painter and walking around the painter to search around the painter. Okay, okay, very good. Painter and thoroughly checked the body. Very good, very good, very good, very good. Okay, thoroughly checked the body. And that if he alive or not. Yes. Oh, very good, very good, very good. Okay. He waited for some time because he knows that humans are very brilliant. So wait for some time. If the person do some any technique to കളി പറ്റിക്കുക എന്ന് പറയുന്നതിന് if the person do some any cheating trick to me for escape from me. Yes. So I should wait for some time. Yes. We animals are also brave. Yes. The humans think that they have only brain, but animals have also brain. Yes. So very good, very good. Okay, okay, okay. അപ്പൊ നമുക്ക് ഞാൻ go away എന്നുള്ളത് ഫില്ല് ചെയ്യാം. Then the bear sniffed. Then finally he find out that the person was not alive. Yes. So he decided to move away from there. Very good, very good, very good. Okay, okay. He decided to move away or he went away. Okay, very good. Okay. Adira, I appreciate you. ഞാൻ പോലും കാണാത്ത വഴികളിലൂടെയാണ് അതിന് പോയത്. ഞാൻ രണ്ടുപേരെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ.
ഒരാളോട് മറ്റേവരുടെ ചിന്തിച്ചില്ലേ? അങ്ങനെ ചിന്തിക്കാനായിട്ട് ഒരു ചിന്തിച്ച ആ ഒരു പവർ ഇല്ലേ? ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. രേവതി അശോക്. രേവതി അശോക്. ഓക്കെ, ആർ യു റെഡി? സാറേ മഴയുണ്ട്, ഞാനൊന്ന് അകത്തോട്ട് പോയിക്കോട്ടെ. സാർ ഇപ്പൊ കേൾക്കാം? ഓക്കെ ഓക്കെ രേവതി. ഓക്കെ 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 ഓക്കെ. ഐ വിൽ കോൾ യു ബാക്ക്. ഷഫീറ. ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് പനിയുടെ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ പറയാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ 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 ഓക്കെ. അല്ല അല്ല സാറ് പറഞ്ഞോ. ഇല്ലില്ല, വേണ്ട പറയാ. അപ്പൊ നമ്മുടെ അടുത്തത് ഫാർമർ കംസ് ഡൗൺ, ഡാഷ് ഫാർമർ കംസ് ഡൗൺ. അവിടെ പിന്നെ ഇതിപ്പോ ആ മറ്റേ ആതിര പറഞ്ഞത് ആ ബിയർ പോയ കാര്യമല്ലേ? അവിടെ വരെ എത്തി. ബിയർ വന്ന് നോക്കി, അവരെ കാണാതെ ബിയർ പോയി. ഓക്കെ, വേളി നമ്മുടെ ഫാർമറാണ് ആ മരത്തിന്റെ മുകളിൽ ഇരിക്കണത് അല്ലേ? അല്ല, ഇനി നമുക്ക് അടുത്ത ഡാഷ്, ഡാഷ് ഫാർമർ കംസ് ഡൗൺ. ഫാർമർ താഴേക്ക് ഇറങ്ങി വരുന്നു. ആ ഡാഷിന്റെ അവിടെ, ഡാഷിന്റെ അവിടെ 2 സെന്റൻസ് ആഡ് ചെയ്യും. അങ്ങനെ വഴിക്ക് പോവാം. ആദ്യം അവിടെ ഒരു വഴി വെട്ടിയിട്ടുണ്ട്, ആ വഴിക്ക് അങ്ങനെ വെക്കും. ബിയർ ഓരോന്ന് ചിന്തിച്ചിട്ട് ബിയർ പോയി. മനുഷ്യര് സമർത്ഥരാണ്, ബുദ്ധിമാന്മാരാണെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് ബിയർ പോയി. ബാക്കിയുള്ള കാര്യം ഞാൻ പറയേണ്ടത് അല്ലേ? ഫാർമർ ഈസ് വെരി ടെൻസ്ഡ്. ഓക്കെ ഓക്കെ. അപ്പൊ അതിന് മുമ്പ് ഒരു സാധനം കൊടുത്തേരും രേവതി. അതായത് ഈ ഗ്രൗണ്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മുമ്പിൽ നിന്ന് ഫാർമർ all performance in the beer and okay he seeing all the performance in the beer and he is the ശ്വാസം വിട്ടു റിലാക്സ് ചെയ്ത് സാവകാശം he is relaxed. My friend, എന്റെ ഫ്രണ്ടിനെ ബിയർ ഉപദ്രവിച്ചില്ല എന്നതിന് my friend has safe ആണോ? ഓക്കെ ഓക്കെ. അതൊന്നും നോക്കണ്ട, രേവതി ഇങ്ങനെ പറഞ്ഞു പോലെ. Farmers search around the time, look at the beer is going out and my friend is he is relaxing his mind. My friend was safe. And the farmer very slowly comes down to the tree. ആണോ? ഓക്കെ രേവതി, നോ പ്രോബ്ലം. ഓക്കെ വെരി ഗുഡ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഫാർമർ മുകളിൽ നോക്കുകയായിരുന്നു. ദ ഫാർമർ വാസ് വാച്ചിങ് വാട്ട് ഈസ് ഗോയിങ് ഓൺ ദർ, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കഥയിലേക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു കാര്യം കൂടി നമ്മളോട് ചിന്തിക്കേണ്ടി വരും. ഈ ബിയർ വന്ന് സ്നിഫ് ചെയ്ത് മണത്ത് കഴിഞ്ഞപ്പോ ഫാർമർ മുകളിൽ നിന്ന് വിചാരിച്ചത് ഈ ബിയർ വന്നിട്ട് ഈ പെയിന്ററിന്റെ ചെവിയിൽ എന്തോ പറയുന്ന പോലെയാണ് പുള്ളി ചിന്തിക്കേണ്ടത്. കാരണം നല്ല കഥ സിറ്റുവേഷൻ കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. യെസ്. അപ്പൊ ദി ഫാർമർ തോട്ട് ദാറ്റ് ദ ബിയർ ഈസ് സേയിങ് സംതിങ് ടു ദ ഇയർ ഓഫ് പെയിന്റർ. പെയിന്ററിന്റെ ചെവിയിൽ എന്തോ വന്നിങ്ങനെ പറയുന്ന പോലെയാണ് ഫാർമർ വിചാരിച്ചത്. ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയം കഴിഞ്ഞപ്പോ സ്ലോലി സാവകാശം ദ ഫാർമർ കെയിം ഡൗൺ, താഴേക്ക് വന്നു. അപ്പൊ താഴെ ഫാർമർ എത്തി. ഓക്കെ, വെരി ഗുഡ്. യെസ്. ഇനി അടുത്തത് ഷഫീറ പറഞ്ഞിട്ടില്ല? ഇല്ല സാർ. ഓക്കെ. അപ്പോഴും മറ്റേ രേവതി വന്നപ്പോ എന്നെ അത് പറ്റിയത്. ഓക്കെ ഷഫീറ, ഇനി ബാലൻസ് ഉള്ളത് ഡാഷ് ആസ്ക് വാട്ട് ബിയർ സേ. അവിടെ നടക്കില്ലേ? അപ്പൊ സിറ്റുവേഷൻ പിടികിട്ടിയാലോ? ഫാർമർ ചോദിക്കുകയാണ് എന്താണ് ബിയർ പറഞ്ഞത്. അങ്ങനെ നേരിട്ട് ചോദിക്കട്ടെ, ഒരു മുകളിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പൊ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ചോദിക്കും. 2-3 സെന്റൻസ് ഷഫീറുടെ മനോധർമ്മം അനുസരിച്ച് ആഡ് ചെയ്തു. ഫാർമർ വിചാരിച്ചത് എന്തോ സ്വകാര്യം പറഞ്ഞതാണ് അല്ലേ? സ്വകാര്യം പറഞ്ഞതാണ്. സ്വകാര്യമാണ് പറഞ്ഞതെന്നാണ് ചോദിക്കുക. അത് നേരിട്ട് അത് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് 2 സെന്റൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് ഭംഗിയായിട്ട് അവതരിപ്പിക്കും.
farmer excited Yes. excited to what എന്താ പറയാ what happened to go sorry എങ്ങനെയായിരിക്കും ഷഫീറ, തെറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കല്ലേ, അതങ്ങോട്ട് വിട്. നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ധൈര്യമായിട്ട് പറയും. നമ്മൾ ഇംഗ്ലീഷ് പറയുന്നു, തെറ്റാണെങ്കിൽ തെറ്റും. അതിനാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ കൂട്ടിയിട്ടില്ലേ, തെറ്റോട് പറഞ്ഞു. നിങ്ങൾ എല്ലാവരോടും അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ വേണ്ട. അത് ആ സംഗതികളോട് പറഞ്ഞേക്കാം. നമ്മൾ പറയുമ്പോൾ തെറ്റുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യും. ഡോണ്ട് വറി, അതൊക്കെയാണ് പറഞ്ഞേക്കാം. ഇതേപോലെ നമ്മൾ തെറ്റുമെന്ന് വിചാരിച്ച് കുറെ നാൾ പമ്മി ചമ്മിയൊക്കെ നടന്നിട്ട് നമ്മൾ അനുഭവിച്ചു. ഇനി നമ്മൾ അത് നടക്കണം. ഓക്കെ, അങ്ങനെ പറഞ്ഞു, തെറ്റിക്കോട്ടെ. ആദ്യം ഇംഗ്ലീഷിനോടുള്ള ഇഷ്ടവും ഇംഗ്ലീഷ് ഇത് കഴിയുമ്പോൾ ഈ 10 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ സ്നേഹിച്ചു കൊടുക്കും. നിങ്ങൾ ഇംഗ്ലീഷിൽ ഇഷ്ടപ്പെട്ടു കൊടുക്കും. തെറ്റാണെങ്കിൽ പറയാൻ നിങ്ങൾക്ക് ചെറിയൊരു കോൺഫിഡൻസ് വരും. ഓക്കെ ഷഫീറ, കണ്ടിന്യൂ. The farmer excited to comes down and he tells to the painter. എന്താണ് ബിയർ പറഞ്ഞത് എന്ന് ചോദിക്കണം. എന്താണ് ബിയർ പറഞ്ഞത്? അത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാനും പാടില്ല അല്ലെ? എന്തെങ്കിലും ആയിക്കോട്ടെ ഷഫീറ, ചോദിച്ചോ. ഓക്കെ ഷഫീറ, ഐ വിൽ കം ടു യു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു, ഹി കെയിം ഡൗൺ, താഴേക്ക് വന്നു. ആര്? ഫാർമർ മൂലം താഴേക്ക് വന്നു. യെസ്, താഴെ വന്നു കഴിഞ്ഞപ്പോ അത്രയും നേരം കണ്ണടച്ച് കിടന്നുകൊണ്ടിരുന്ന പെയിന്റർ കണ്ണൊന്ന് തുറന്നു. അത് നമുക്ക് പറയാല, ദ പെയിന്റർ ഓപ്പൺഡ് ഹിസ് ഐസ്. കണ്ണൊന്ന് തുറന്നു. പെയിന്റർക്ക് ഓക്കെ അനുശ്രീ, വെരി ഗുഡ്. അത് കഴിഞ്ഞതിന് ശേഷം പെയിന്റർ എന്ത് ചെയ്തു? ഒന്ന് റിലാക്സ് ചെയ്തു. ജീവൻ മരണ പോരാട്ടത്തിൽ എത്തുന്ന സമയം ജീവൻ തിരിച്ചു കിട്ടില്ലേ? ഹി വാസ് വെരി റിലാക്സ്ഡ്. യെസ്. പിന്നെ എന്ത് ചെയ്തു? അവിടെ കിടന്നുകൊണ്ട് പുള്ളി നോക്കി കഴിഞ്ഞപ്പോ കണ്ടു ഫാർമർ താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു. The painter saw that the farmer is coming down. When the farmer came to near the painter, ആ ഫാർമർ ആ പെയിന്റർ അടുത്ത് വന്നു കഴിഞ്ഞപ്പോ the farmer asked him, ഫാർമർ ചോദിച്ചു, what did the bear say? എന്താണ് ആ കരടി നിന്നോട് ചെവിയിൽ പറഞ്ഞിട്ട് പോയത്? What did the bear say? എന്താണ് കരടി നിന്നോട് പറഞ്ഞിട്ട് പോയത്? അല്ല, നമ്മൾ ഇതിന് ബിൽഡപ്പ് ചെയ്തു. അടുത്ത വരി നോക്കി. അതിന് പെയിന്റർ കൊടുക്കുന്ന മറുപടിയാണ് നെവർ ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് വൺ. നിങ്ങൾക്കറിയാം കഥ. ഒരാപത്ത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ വന്നു. ഒരു കരടി വന്നു കഴിഞ്ഞപ്പോ എന്നെ രക്ഷിക്കാതെ, കൂടെ ഉള്ളവൻ രക്ഷിക്കാതെ, നീ സ്വയം രക്ഷപ്പെട്ട് നീ പോയി. അപ്പൊ എന്നോട് കരടി ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ പെയിന്റർ പറഞ്ഞതുപോലെ പറയാം. കരടി എന്നോട് ചെവിയിൽ പറഞ്ഞത്, ആപത്ത് വരുമ്പോ വിട്ടിട്ട് പോകുന്നവനെ കൂട്ടുകാരനായിട്ട് പരിഗണിക്കരുത് എന്നാണ് കരടി എന്നോട് പറഞ്ഞത്. യെസ്, ഒരു മോറൽ ഓഫ് ദ സ്റ്റോറിയാണ്. നമുക്ക് ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനുള്ളതല്ലേ. ആപത്ത് വന്നപ്പോ വിട്ടിട്ട് പോയവനെ സുഹൃത്തായിട്ട് പരിഗണിക്കരുതെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ആൻസി ആ രീതിയിലൊന്ന് പറയട്ടെ. ആൻസി യെസ്, ആൻസി വരുന്നില്ല. ഷമീമ, ഞാൻ പറഞ്ഞിട്ടുണ്ട് സർ. പറഞ്ഞു. ആരാണ്? ആര്യാണോ? അതെ അതെ. wanted about the false friends എന്ന് പറഞ്ഞാൽ പറ്റത്തില്ലേ? പറഞ്ഞോ, തെറ്റിക്കോട്ടെ. wanted about the false friends. കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണമെന്നാ പറഞ്ഞാന്ന് പറഞ്ഞെന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞോ. അതങ്ങനെ പെട്ടെന്ന് പറയണ്ട. ഒന്ന് രണ്ട് സെന്റൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു നോക്കി. അതായത് എന്താണ് ബിയർ പറഞ്ഞത് എന്ന് ഫാർമർ ചോദിക്കുന്നു. ആ സമയത്ത് ഈ ഫാർമറിന്റെ ഈ പെയിന്ററിന്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ പോകണം. ഇവൻ എന്നെ ഇട്ടിട്ട് പോയി, എനിക്ക് മരം കയറാൻ അറിയില്ല എന്നുള്ള കാര്യം ഇവനറിയാം, എന്നിട്ടും ഇവനെ മരത്തിലോട്ടൊരു ഹെൽപ്പ് ചെയ്ത് കയറ്റിയില്ല. ഇതൊക്കെ ഇവന്റെ മനസ്സിലൂടെ ഇങ്ങനെ പോട്ടെ.
അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു മതി ബിയർ പറഞ്ഞത് നെവർ ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് വൺ എന്നൊരു ബാക്കിയുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, അങ്ങനെ പറയും. ആര്യ കയ്യിൽ നിന്ന് ചേർക്കൂ. ഹലോ സർ. അപ്പൊ ഈ വേറെ പറയുന്നുണ്ട്, ഈ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഈ കാരണന്റെ മനസ്സിൽ ഇവനെ എന്ത് കരുതുമെന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പം ഈ എന്തോ ഈ ഫാർമർ ചോദിക്കും ബേർ ടോൾഡ് യു, നിന്നോട് എന്താണ് പറഞ്ഞത്. അപ്പം ഹലോ, അപ്പൊ ഈ പെയിന്റർ പറയും ഫ്രണ്ട്സ് we are choosing friends, whole friends or true friends, choosing correct opinion. നിങ്ങളുടെ ഒപ്പീനിയൻ ശരിയായിട്ട് തിരഞ്ഞെടുക്കും. മിസ്റ്റേക്ക് ഒത്തിരി പറ്റുന്നുണ്ട്. അപ്പം പറയുന്ന ഫോൾസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ നിങ്ങൾ തിരഞ്ഞെടുക്കരുത്, നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കണം. അപ്പം ഈ ഫാദർ പ്രോമിസ് ചെയ്യും ട്രൂ. ഇനി എന്തോ നമ്മള് he admit his mistake. Oh yes, very good. Very good, And very good, very good. Promised to be a good friend. Yes. True friend. Promised to be a good friend. Okay, okay. Okay, Arya, very good, very good. ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആര്യയുടെ മനസ്സിൽ, അതായത് ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ, ഇതായിരിക്കണം നമ്മുടെ ഐഡിയ. ഇനി ഇവിടെ നിങ്ങൾ പല കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴേ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ സാറേ, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. തെറ്റായിരിക്കും, പക്ഷെ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. യെസ്, കാരണം ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ദി സിറ്റുവേഷൻ. പറഞ്ഞോളൂ രാസ്മിന. The painter opened his eyes and relaxed. At the time, painter saw that the farmer came down slowly. Yes. And the painter, farmer asked the painter. Okay, ഒരു മിനിറ്റ് രശ്മിന. അപ്പൊ ഈ പെയിന്റർക്ക് ഫാർമറിനോട് തോന്നുന്ന വികാരം എന്തായിരിക്കും? സ്നേഹമായിരിക്കും, ദേഷ്യമായിരിക്കും? Angry. അതൊന്നും കേക്ക്, ആ സെന്റൻസ് കേക്ക്. He feel angry towards the painter. He felt farmer. Okay. Angry towards the farmer. Then the farmer asked the painter what the bear said to your ear, or what the painter said to you. Yes, okay. What the bear said to you. At the time, painter think a little. Yes. And he said that the bear said to me, you never make a friend that left in a danger situation. Okay. Who left you in a danger situation? Who left you in a danger situation. Okay. Very good. The farmer understood his mistakes and he apologized to him. Okay, or he was regretted. Okay, very good. Okay, Jasmine, very good. അപ്പോ ഞാനത് നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ ഇട്ടുന്നതാണ്. ഇതുപോലെ നമുക്ക് ചില കഥകൾ നമുക്ക് പറയേണ്ടി വരും, കുട്ടികളോട് നമുക്ക് പറയേണ്ടി വരും. ആ സമയത്ത് അവരുടെ ഭാവനകൾ, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടിയിൽ ചിലപ്പോൾ ഒരു ഐസക് ന്യൂട്ടൻ ഇരിപ്പുണ്ടാവും, ചിലപ്പോൾ ഒരു ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇരിപ്പുണ്ടാവും, അതുമല്ലെങ്കിൽ ഒരു മരിയ മോണ്ടിസോറി ഇരിപ്പുണ്ടാവും. അതിന് നിങ്ങൾ കണ്ടെത്തണ്ടേ? യെസ്, അങ്ങനെ കണ്ടെത്തുന്നിടത്തല്ലേ നിങ്ങൾ വിജയിക്കുന്നത്. യെസ്, അപ്പൊ അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ഞാനിപ്പോ ഇതിന്റെ അകത്ത് ഇത്രയും നേരം പറഞ്ഞപ്പോ ഞാനിങ്ങനെ കുറച്ചു പേരൊക്കെ ഇങ്ങനെ എന്റെ മനസ്സിലേക്ക് നോട്ട് ചെയ്ത് വെച്ചു. കുറച്ച് ഭാവന ഉള്ളവർ ഇതിന്റെ അകത്തുണ്ട്, ക്രിയേറ്റിവിറ്റി ഉള്ളവർ, അതൊന്ന് തേച്ച് പിടിക്കുന്ന റെഡിയാക്കി എടുക്കണം. ഓക്കെ, അപ്പൊ ഈ കഥ ഞാൻ നിങ്ങൾക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോ നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള ഏറ്റവും പ്രശ്നമാണ്. നിങ്ങളൊരു പക്ഷേ നഴ്സറി സ്കൂളിൽ പോയിട്ട് കുട്ടികളെ ഈ കഥ പഠിപ്പിക്കും. ഇതൊരു 10 വാചകമുള്ള ഒരു സെന്റൻസ് ആണെന്ന് വെച്ചു. ആദ്യത്തെ ഒരു സെന്റൻസ് എഴുതി, രണ്ടാമത്തെ സെന്റൻസ് എഴുതി,
മൂന്നാമത്തെ എഴുതി അത് കുട്ടികളെ കൊണ്ട് പല പ്രാവശ്യം വായിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളോട് നിങ്ങൾ പറയണം, ടീച്ചർ ഇനി ചെയ്യാൻ പോകുന്നത് എല്ലാ സെന്റൻസിന്റെയും ആദ്യത്തെ വേർഡ് മായ്ച്ചു കളയുന്നു. എന്നിട്ട് നിങ്ങൾ വായിക്കണം കാണാതെ. ആദ്യത്തെ വേർഡ് മായ്ച്ചു കളയും, ബാക്കിയൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ സെന്റൻസിന്റെയും ഫസ്റ്റ് വേർഡ് നിങ്ങൾ മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് കുട്ടികളോട് വായിക്കാൻ പറയുമ്പോൾ അവർ വായിക്കും. ഒരു വേർഡെല്ലാം പോയിട്ടുള്ളൂ, അവർക്ക് അത് ഓർമ്മയിലുണ്ടാവും, അത് പറയും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവരോട് പറയുന്നു, ഇനി ടീച്ചർ ചെയ്യാൻ പോകുന്നത് എല്ലാ വാചകത്തിന്റെയും രണ്ടാമത്തെ വേർഡ് മായ്ച്ചു കളയുന്നു. അത് മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് കാണാതെ വായിപ്പിക്കുന്നു. മൂന്നാമത്തെ വേർഡ് വായിക്കുന്നു. ലാസ്റ്റ് ബോർഡ് കംപ്ലീറ്റ് വായിക്കുന്നു. കുട്ടികളോട് പറയുന്നു, കഥ പറയാൻ പറ്റുന്നത് അവരെ പുഷ്പം പോലെ പറയുന്നു. അതല്ലാതെ നമ്മൾ ഈ നമ്മുടെ മക്കളെ പഠിക്കണം പഠിക്കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പഠിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ ഈ ടെക്നിക്ക് ഉപയോഗിക്കുക. ഒരു സ്റ്റോറി, ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിപ്പിക്കുമ്പോൾ അത് പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഞാൻ ഇനി ഇതിനകത്ത് ഫസ്റ്റ് വേർഡ് മാറ്റി കളയുന്നുണ്ട്, ബാക്കി നീ കാണാണ്ട് നോക്കി പറഞ്ഞു. ഇനി ഞാൻ ഫസ്റ്റ് വേർഡും സെക്കൻഡ് വേർഡും മാറ്റിയാണ്, എന്നിട്ട് നീ ഒന്ന് പറഞ്ഞു നോക്കി. ഇങ്ങനെ പറഞ്ഞു നോക്കി. കുറച്ച് കഴിയുമ്പോഴേക്കും ക്ഷമ വേണോട്ടാ. നിങ്ങൾ അറിയാണ്ട് അവൻ പഠിക്കും. പഠിക്കുന്ന ആ ഒരു ട്രാക്കിലേക്ക് അവൻ വീഴും. അതല്ലാതെ നീ ഉറക്കെ വായിച്ചു ഞാൻ കേട്ടോളാം അല്ലെങ്കിൽ ആ രീതിയിലാവുമ്പോൾ കാര്യങ്ങൾ ഭംഗിയാവില്ല. അങ്ങനെയാണ് ഈ സംഗതി പഠിപ്പിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ വളരെ പക്വതയുള്ള കുട്ടികളായതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ നേഴ്സറി കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെ പഠിപ്പിക്കേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. ആ മെത്തേഡ് നിങ്ങൾ സ്വീകരിക്കുക. അപ്പൊ ഓക്കെ, ഇന്ന് നിങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്തു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഗ്രാമറിന്റെ ഞാൻ ഇന്ന് ഇത് പറഞ്ഞത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, നിങ്ങൾ എങ്ങനെയൊക്കെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടി. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ വാചകം നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ പറയുന്നു. പലരുടെ മനസ്സിലും ഐഡിയാസ് ഉണ്ട്, വെരി ഗുഡ് ഐഡിയാസ്. അതിന്റെ പറ്റിയ വാക്കുകൾ വരുന്നില്ല, സംഗതി വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പുതിയ വാക്ക് വെച്ച് ഡെയിലി പഠിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഒരു പുതിയ വാക്ക് വെച്ച് ഡെയിലി പഠിക്കുന്നു. അതിനൊന്നും പേടിക്കേണ്ട നീതു. യെസ്, ഡോണ്ട് വറി. യെസ്, നീതു. നീതു. Yes, sir. How are you, Needu? I'm fine, thank you. How are you, sir? Okay, very good, very good. I am also thank you. Which is your favorite color? Favorite color is red. Red. Why did you like red? Why don't you like blue? Why don't you like white? What is the specialty? ഞാൻ ഇംഗ്ലീഷിൽ പറയില്ല. ഞാൻ ഇംഗ്ലീഷിൽ പറയില്ല. എത്തിക്കോട്ടെ, പറഞ്ഞോ. എന്താണ് റെഡിൽ കാണുന്ന പ്രത്യേകത? നീ റെഡിൽ കാണുന്ന പ്രത്യേകത എന്താണ്? I see some attractive color. Very attractive. I think red is a very danger. Yes, but എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. I like red color most. Okay. Most. Yes. Okay. Very good. Needu. So, what is your favorite food item? I like favorite food. I like that kappa and meen curry. Kappa and meen curry. Yes. Where are you from, Needu? Fish curry. Fish. Fish curry. Fish curry. Okay. Adannu kodilla. Where are you from, Needu? I am from Idukki. ഇടുക്കി. ഞാൻ വിചാരിച്ചോളൂ, കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിലേ കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു മലയോര മേഖല വേണ്ടി വരും എന്ന് വിചാരിച്ചു. ഓക്കെ വിനുകുമാർ. ഓക്കെ ധൈര്യമായിട്ട് പറഞ്ഞോളൂ നീതു. ഓക്കെ. അപ്പൊ യു ലൈക്ക് ഫിഷ് കറി വിത്ത് tapioca. Okay, very good. Okay, you know how to prepare a fish curry? Yes. Which is your favorite item? All fish I favorite. എനിക്ക് എല്ലാം എനിക്ക് ഇഷ്ടമാണ്. Then but most favorite is ചൂര, മത്തി. Yes. Okay, very good. Okay, need one more question. Suppose that you are getting 2 days leave. 2 ദിവസം അവധി കിട്ടിയെന്ന് വിചാരിക്കുക. Where do you want to go? What is your destination? ഒരു ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? I like to traveling park, children's park. Children's park. Which is your favorite children's park?
That place is Hillview Park. Idiki Hillview Park. Hillview Park in Idiki. Okay, very good, very good, very good. Okay, Needu, very good, very good. Yes. ഇപ്പൊ ഇത്ര നേരം നീ ഇത് പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ തന്നെ ഇംഗ്ലീഷിൽ പറയണേ. യെസ്, ഇത് നിങ്ങള് ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. നമ്മൾ വിചാരിക്കും നമുക്ക് പറയാൻ പറ്റില്ല എന്ന്. ഇപ്പൊ വേറൊരു ക്ലാസ്സിലെ ഞാൻ ഒരു ഉദാഹരണം പറയാം. വേറൊരു MTA ക്ലാസ്സിലെ ഇതേപോലെ പറഞ്ഞ് നീ ഇത് പറഞ്ഞപ്പോ ഞാൻ ഓർക്കരുത്, ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഇങ്ങനെ പറയുള്ളൂ, സാർ എനിക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് പറ്റില്ല എന്ന് പറയും. അപ്പൊ ഞാൻ ഇതേപോലെ എന്തെങ്കിലും പറയുമ്പോൾ നല്ല മണിയായിട്ടാണ് സംസാരിക്കണത്. അപ്പോ ഞാൻ ചോദിച്ചു, ഇത്രയും ഭംഗിയായിട്ട് പറയുന്ന ഒരാൾക്ക് പിന്നെ ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അത് പറഞ്ഞ മറുപടി സാറിനോട് ഞാൻ എന്തും പറയും, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ വേറൊരാളോട് പറയുമ്പോൾ എന്റെ മനസ്സങ്ങനെ ബ്ലാങ്ക് ആയി പോകും. പക്ഷെ സാറിനോട് എനിക്ക് ആ ഒരു കുഴപ്പം ഫീൽ ചെയ്യലില്ല, എനിക്ക് എന്തും പറയാനുള്ള കോൺഫിഡൻസ്. അപ്പൊ ഞാനത് പറയുന്നു. ഇതായിരിക്കണം നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾ യെസ്, സെയിം അവസ്ഥ നീ ഇത് പറയുന്നു. യെസ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, സെയിം അവസ്ഥ. പിന്നീട് അത് ശരിയായിക്കോളും. പിന്നെ അപ്പൊ നിങ്ങൾക്ക് ഒരു പരിചയമില്ലേ? യെസ്, ആ പരിചയത്തിന്റെ പുറത്ത് നിങ്ങൾ പിന്നെ വേറെ ലെവലാവും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇംഗ്ലീഷിനെ സ്നേഹിക്കണം. ഇംഗ്ലീഷ് ഭാഷ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതിയാണ്. നമ്മുടെ കയ്യിൽ നമുക്ക് ഇത്രയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, നമ്മുടെ കയ്യില് ഒരു കത്ത് അല്ലെങ്കിൽ ഒരു സംഗതി ഇത് വായിച്ചിട്ടില്ല, അർത്ഥം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മള് പിന്നെ വരാട്ടാവെന്ന് പറയുമ്പോ നമുക്ക് തോന്നൂലേ, ഓ നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഓക്കെ സംഗീത, നോ പ്രോബ്ലം. യെസ്, വി വിൽ സോൾവ് ഇറ്റ്. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി, ഇത്രയും നാൾ നിങ്ങൾ പഠിച്ചത് പരീക്ഷ വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ പഠിക്കുന്നത് പരീക്ഷ ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് മനസ്സിലാക്കി അറിവിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം. യെസ്, അപ്പോ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മളത് മനസ്സിലാക്കി എന്താണത്, എന്തുകൊണ്ടാണത് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ച് ആലോചിച്ചു പോകണം. അപ്പൊ ഡോണ്ട് വറി, നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു. എല്ലാവർക്കും ഒരുപോലെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി സൈൻ ഔട്ട് ആരാണ്? സർ, ഞാനാണ് പറയുന്നത്. ഓക്കെ സഫീദ, കണ്ടിന്യൂ. ഞാൻ ഒരു പുസ്തകത്തെ കുറിച്ചാണ് പറയുന്നത്. ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു വ്യക്തി ഇന്ന് എഴുതുന്നത് നാളെ ചരിത്രമാകാം. അത് കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിച്ചേക്കാം. അത് ഡയറിയിലൂടെ വംശീയ വിവേചനത്തിന്റെ ക്രൂര യാഥാർത്ഥ്യങ്ങളെ ലോകത്തെ അറിയിപ്പിച്ച 14 വയസ്സുള്ള ആൻ ഫ്രാങ്ക് എന്ന പെൺകുട്ടിയുടെ ജന്മദിനമാണ് നാളെ, അതായത് ജൂൺ 12. ആനിന്റെ 13ാം ജന്മദിനത്തിലാണ് കഥ ആരംഭിക്കുന്നത്. ഇത് ആൻ കുടുംബത്തിന്റെ കഥ. ആൻ അവളുടെ അച്ഛൻ, അമ്മ, മൂത്ത സഹോദരി, പിന്നെ 2ാം ലോക മഹായുദ്ധ കാലത്തെ നാസി പ്രസ്ഥാനത്തിന്റെ പിടിയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ മരണബന്ധമുള്ള യാർഡുകളിലും ഗ്യാസ് ചേംബറുകളിലും നരകിച്ചു മരിച്ച ദശലക്ഷക്കണക്കിന് ജൂതന്മാരുടെ ജീവിതമാണ് ആൻ ഫ്രാങ്കിന്റെ ഡയറി. ഡയറി എഴുത്ത് അവളിൽ ഉത്സാഹവും പോസിറ്റിവിറ്റിയും നിറച്ചു. ഇത് ഏത് അഗ്നി പരീക്ഷയിലൂടെയുടനീളം തന്റെ പ്രതീക്ഷകളെ ചേർത്ത് പിടിച്ചു. തന്റെ 12ാമത്തെ വയസ്സ് മുതൽ 15 വയസ്സ് വരെ ഉള്ള കാലത്ത് ആ അനുഭവങ്ങളെ കുറിച്ചുള്ള തന്റെ വിചാരങ്ങൾ കിറ്റി എന്ന ഓമന പേരിട്ട് വിളിച്ച തന്റെ ഡയറിയുടെ ലിഖിത രൂപത്തിൽ സമ്മതിക്കുകയായിരുന്നു. നാസി ഭീകരർക്ക് പിടിച്ചു കൊടുക്കാതെ ഒരു നിലവറയ്ക്കുള്ളിൽ ഒളിച്ചു പാർത്ത 8 മനുഷ്യജന്മങ്ങളുടെ കഥയാണ് ആൻ ഫ്രാങ്ക് തന്റെ ഡയറിയിൽ കുറിച്ചിട്ടത്. ആരെയും അഗാധമായി സ്പർശിക്കുന്ന ഈ എഴുത്തുകൾ പിന്നീട് ഒരു പെൺകുട്ടിയുടെ ഡയറി കുറിപ്പുകൾ എന്ന പേരിൽ പുസ്തക രൂപത്തിൽ പുറത്തു വരികയുണ്ടായി. ബ്രെയിൽ ലിപി അടക്കം 70-ലധികം ഭാഷകളിലേക്ക് മൊഴിമാറ്റപ്പെട്ട ഈ പുസ്തകം ലോകത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട ടോപ്പ് 10 പുസ്തകങ്ങളുടെ പട്ടികയിലും ഇടം പിടിച്ചിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന 40കളുടെ തുടക്കത്തിൽ നാസികളെ പേടിച്ച് കുടുംബത്തോടൊപ്പം ഒളിച്ചു പാർക്കേണ്ടി വന്ന ആൻ ഫ്രാങ്ക് എന്ന കൗമാരക്കാരി ഡയറി കുറിപ്പുകളിൽ പടർത്തിവെച്ച അനുഭവ പരിസരങ്ങൾ ചുറ്റിനും ചൂടും നിൽക്കുന്ന മരണഭീതിക്ക് നടുവിലും ആ പെൺകുട്ടി തന്റെ ഭാവിയെ കുറിച്ച് കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. 1943 ജൂൺ 13ാം തീയതിയിലെ ഡയറി എൻട്രി ഇങ്ങനെയാണ്: ഡിയറസ്റ്റ് കിറ്റി, ഈ ഒളി സങ്കേതത്തിലേക്ക് മാറി 1 വർഷം തികയുന്നതിനിടയ്ക്ക് ഇവിടെ ഒരു ജന്മദിനം കൂടി ആഘോഷിക്കേണ്ടി വരുമെന്ന് ആരാണ് അറിഞ്ഞത്? അച്ഛനെ ഇന്ന് എനിക്ക് ലഭിച്ച പിറന്നാൾ സമ്മാനം മനോഹരമായ ഒരു കവിതയായിരുന്നു. ഒരിക്കലെങ്കിലും ഈ ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എന്ന ബുക്ക് വായിച്ച ഒരാൾക്ക് തന്റെ ജീവിതത്തിൽ ഒരിക്കലും ആത്മഹത്യ എന്ന ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല. സൈൻ ഓഫ്, സഫീദ. ഓക്കെ. ഇനി ഭാവിയില്
നിങ്ങൾക്ക് പറയാൻ പറ്റണം ഒരു നഴ്സറി സ്കൂൾ അധ്യാപികയുടെ ഡയറി കുറിപ്പുകൾ. അപ്പൊ അത് പിന്നീട് വരുന്ന നഴ്സറി സ്കൂൾ അധ്യാപികമാരോട് പറയണം. ഓക്കെ ഷിജിനാസ്, ഓക്കെ അരുന്ധതി, അതായത് നിങ്ങൾ നഴ്സറി സ്കൂൾ അധ്യാപികമാര് ഈ ടീച്ചറുടെ ഡയറി കുറിപ്പ് എന്ന് പറയണം. ഓക്കെ, നമുക്ക് ആരും കഴിവോട് സാഹചര്യങ്ങളിലൂടെ അല്ലാതെ അങ്ങനെ ആവണേ. നമുക്കത് പൊളിഷതൊക്കെ നോക്കാന്നേ. അതുകൊണ്ട് പറയും നിങ്ങൾ മനസ്സുകൊണ്ട് ചെറുപ്പമാവാം, ചെറുപ്പമല്ലാത്തവര്. പിന്നെ ചില ആൾക്കാർ ചെറുപ്പമായിരിക്കും, പക്ഷെ മനസ്സുകൊണ്ട് വയസ്സായി പോയിട്ടും അതൊക്കെ തിരിച്ചു പിടിച്ചിട്ട് യങ്, എനർജറ്റിക്, ഹാൻസം, ബ്യൂട്ടിഫുൾ ആ ലെവലിലോട്ട് ഇങ്ങനെ വരിക. നിങ്ങൾ തന്നെ കണ്ണാടിയിൽ നോക്കി വലത് കൈ കൊണ്ട് ഇടതേ തൊഴിൽ തട്ടിയിട്ട് നിങ്ങൾ പറയാം, ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. എനിക്ക് എന്നെ കുറിച്ച് അഭിമാനം. നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ പ്രവൃത്തിയെ, ലവ് യുവേഴ്സ്. നിങ്ങളെ ആദ്യം സ്നേഹിക്കുക. സ്വന്തം നമ്മൾ സ്നേഹിക്കാതെ നമുക്ക് വേറെ ആളെ സ്നേഹിക്കാൻ പറ്റും. ജീവിതത്തെ നമുക്ക് വളരെ തരളിതമായിട്ട് കാണുക. യെസ്, നമ്മൾ അകാരണമായിട്ട് ടെൻഷൻ അടിച്ചിരുന്നിട്ട് വിഷമിച്ചിരുന്നിട്ട് എന്ത് നേടാൻ? ഈ ടെൻഷൻ അടിച്ചിരിക്കാതെ ഉള്ളൂ. അപ്പൊ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? നമുക്ക് അന്നേരത്ത് വരുമ്പോഴല്ല, അത് അന്നേരത്ത് നമുക്ക് ഫേസ് ചെയ്യാം. യെസ്, കോഴിക്കോട്ടാണ് ആ ഒരു പൊക്കം കുറഞ്ഞ സ്ഥലം. ഇവിടെ നിന്ന് ഓടിക്കുമ്പോൾ കുഞ്ഞു മോഡലൊക്കെ കാര്യമുണ്ട്, അവിടെ ചെല്ലുമ്പോഴല്ലേ. അപ്പൊ അതിനുള്ളൊരു അവസരം ഉണ്ടാവും. ഏത് ലോക്കാണെങ്കിലും അത് തുറക്കാനുള്ള താക്കോല് അത് എവിടെയോ ഉണ്ട്. ആരുടെയെങ്കിലും കയ്യിലെ അത് നമുക്ക് കണ്ടെത്തണം, അത് എവിടെ ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്തണം. യെസ്, അപ്പൊ തുറക്കാൻ പറ്റാത്ത ഒറ്റ പൂട്ടില്ല, നമ്മൾ തുറക്കുന്നു. യെസ്, we will meet in the next class. Okay, bye, see you. Thank you, sir. Okay. Thank you, sir. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Okay, babies. Thank you, sir. Thank you, sir. Okay. എനിക്ക് വാട്സപ്പ് നമ്പറും ഗ്രൂപ്പിൽ ചേരാനുള്ളത് എനിക്ക് കിട്ടിയിട്ടില്ല.